DNA എന്ന തമിഴ് സിനിമ കാണാനായി തിയേറ്റർ ലിസ്റ്റ് നോക്കിയപ്പോൾ അധികം തിയേറ്ററിലൊന്നും ഈ സിനിമയില്ല. 3 മണിക്കുള്ള മാറ്റിനി ഉള്ളത് ആലുവ സീനത്തിലാണ്. അപ്പോൾ ആലുവ ഭാഗത്തേക്ക് സിനിമയ്ക്ക് പോയിട്ട് ഒരുപാട് നാളായി ഉണ്ടായിരുന്നു. അപ്പോൾ DNA കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആലുവ എത്തി. സീനത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എത്തുന്നത്. ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ പുതുക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാൻ രസമുണ്ട്. ₹130 സ്ക്രീൻ 2വിന് ഇവര് ചാർജ് ചെയ്യുന്നത്. സ്ക്രീൻ 2 എന്ന് പറയുന്നത് ഒരു 2K 7.1 തിയേറ്ററാണ്. അതിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് 7.1 ആണ്. വളരെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ആണ് ഈ സ്ക്രീൻ 2 എന്ന് പറയുന്നത്. ഈ സ്ക്രീൻ 2ൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകവലി പാടില്ല എന്നൊക്കെ ഉള്ള ആ റെഡ് ലൈറ്റ് അതൊരു ഡിസ്ട്രാക്ഷനാണ് പടം കാണുമ്പോൾ. ഈ DNA സിനിമയുടെ പ്രസ് ഷോ, അതായത് മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷോ തമിഴ്നാട്ടിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര റിവ്യൂസ് ആയിരുന്നു ഈ പടത്തിനുണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള റിലീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൾട്ടിപ്ലക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു നമുക്ക് പറ്റിയ ഷോ ടൈമിംഗ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ ആലുവ വരെ പോയി. സീനത്തിൽ പണ്ട് പ്രാഞ്ചേട്ടൻ വൈഡ് റിലീസ് ഉണ്ടായിരുന്നപ്പോൾ വന്നതാണ് സീനത്തിലേക്ക്. പിന്നെ ഇപ്പോഴാണ് സീനത്ത് തിയേറ്ററിൽ. സീനത്തിൻ്റെ ഓഡി 2 ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. അതായത് ഗംഭീര റിവ്യൂസൊക്കെ ആയിരുന്നു. കിടിലൻ ക്രൈം ത്രില്ലർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തീരെ വർക്കായിട്ടില്ല ഈ സിനിമ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിലൊരു ക്രൈം നെക്സസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവരുടെ മോഡസ് ഓപ്പറാൻഡിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അവർ വർഷങ്ങളായിട്ട് അവർ പിടിക്കപ്പെടാതെ ഒരു ക്രൈം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതിനകത്തുള്ള ലൂപ്പ് ഹോൾസിനെ കുറിച്ചൊന്നും സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണല്ലോ അതിൻ്റെ വിജയവും. പക്ഷേ ഇങ്ങനെയുള്ളൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം നെക്സസ് ടീമിനെ നമ്മുടെ നായകൻ കണ്ടെത്തണമല്ലോ. കണ്ടെത്തുന്ന രീതിയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ബ്ലണ്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നെക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നായകൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഒരു ക്ലൂവിൽ നിന്ന് അടുത്ത ക്ലൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന രീതി ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനകത്ത് അങ്ങനെ ഇല്ല. ഇതിനകത്ത് ഈ പറയുന്ന മെയിൻ വില്ലനെ ആരും കണ്ടെത്തുന്നില്ല. അപ്പോൾ ആരും കണ്ടെത്താനുള്ള അത്ര ബുദ്ധിയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ വില്ലൻ അവസാനം വില്ലൻ്റെ വോയിസ് ഓവറിലൂടെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ആ രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതായത് ഈ സിനിമയുടെ മെയിൻ മോട്ടീവ് എന്താണ്? ഒരു ക്രൈം നടക്കുന്നു. ആ ക്രൈം നടക്കുന്നത് നായകനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഈ സിനിമയിൽ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മളൊരു പടം എടുക്കുമ്പോൾ ഇതൊരു ക്രൈം ത്രില്ലറായിട്ട് നീറ്റായിട്ട് എടുക്കാവുന്ന പടമായിരുന്നു. പക്ഷേ ഇതിൽ നായകന് 2-4 ഫൈറ്റ് വേണം. പിന്നെ 2 പാട്ടുണ്ട് ഇതിന്. തുടക്കത്തിൽ നായകൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്. ആ നായകൻ്റെ ബാക്ക് സ്റ്റോറിയുടെ ആവശ്യം തന്നെ ഈ പടത്തിലില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു അന്വേഷിച്ച് കണ്ടെത്തുന്ന ഓരോരോ സീനുകളുണ്ട്. അത് ഒന്നൊന്നിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങളൊന്നും ഇടയ്ക്ക് സ്റ്റോപ്പായി പോകും. അങ്ങനെയല്ല, ഒരു അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ഐറ്റം സോങ് വരുന്നു. അതായത് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂറുണ്ട് ഈ സിനിമ. ഈ 2.5 മണിക്കൂറിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള സീനുകളാണ് കൂടുതലായിട്ട് ഈ സിനിമയിലുള്ളൂ. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഥർവ ഇതുപോലുള്ള ഒരുപാട് മീഡിയോക്കോർ പടങ്ങളിൽ അഭിനയിച്ച് ഇപ്പോൾ വരുന്ന അഥർവയുടെ പടങ്ങളെന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഈ പടത്തിലും പുള്ളിയുടെ ആ ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിനയിക്കുന്നതും ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ് എനിക്ക് അഥർവയെ ഫീൽ ചെയ്തത്. പക്ഷേ നിമിഷയുടെ റോള് ആ രീതിയിലുള്ളതായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ നിമിഷയുടെ കുറച്ച് പോർഷൻസൊക്കെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലാജി ശക്തിവേൽ പുള്ളിയായിരുന്നു പിന്നെ ഈ പടത്തിൽ 3ാമത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പുള്ളി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നായകൻ്റെ കൂടെ വെറുതെ നടക്കുന്നു എന്നുള്ളത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഒരു കാരിക്കേച്ചർ റോൾ എന്നുള്ള രീതിയിലാണ് ഇവർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഒരു ക്രൈം നെക്സസ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതൊന്നും പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടില്ല. അതായത് യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമയിലില്ല. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് കിടക്കുന്നതാണ്. പിന്നെ ഈ സിനിമ മുഴുവൻ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ജന്മരാശി, ജാതകം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആ കൈൻഡ് ഓഫ് നരേഷനാണ് പടത്തിനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമയിൽ നിന്ന് അതിൽ കൂടുതലൊന്നും നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ് DNA. ഇനി പടത്തിൻ്റെ ഫ്ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നായികയുടെയും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. അതൊരു 20-25 മിനിറ്റോളം അങ്ങനെ പോകുന്നുണ്ട്. അതൊന്ന് കടിച്ച് പിടിച്ച് ക്ഷമിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മെയിൻ കഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇൻ്റർവെല്ലിന് ശേഷം ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ പോകുന്നു. ഈ കാര്യങ്ങളൊന്നും എൻഗേജിങ് അല്ല, വളരെ ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ തീരെ തൃപ്തികരമല്ലാത്തൊരു ക്ലൈമാക്സും കൂടി ആവുന്നതോടുകൂടി പൂർണ്ണമാകുന്നു. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടവരുടെ റിവ്യൂ ആയിരിക്കും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക.